കേരളത്തെ ഞെട്ടിച്ച നന്തൻകോട് കൂട്ടക്കൊലക്കേസിലെ കോടതി വിധി ഇന്നാണ്. തിരുവനന്തപുരം 6ാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുക. വിഷ്ണു, 2017 വലിയ രീതിയിൽ കോളിളക്കം സൃഷ്ടിച്ച, അല്ലെങ്കിൽ കേരളത്തെ ഞെട്ടിച്ചൊരു കൊലപാതകം തന്നെയായിരുന്നു. ഇന്ന് എപ്പോഴത്തേക്ക് ഉണ്ടാകും വിധി? കാളിദാസൻ, ഇന്ന് രാവിലെ 11 മണിയോടെ ഇതിൽ വിധി ഉണ്ടാകും എന്നുള്ള ഒരു കണക്കുകൂട്ടൽ തന്നെയാണ്. കാരണം ഇത് കഴിഞ്ഞ ഒരാഴ്ചയായി തന്നെ ഇപ്പോൾ 2 തവണയാണ് ഈ ഒരു ദിവസത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നത് വിധി പറയാനായിട്ട്. ഏതായാലും തിരുവനന്തപുരം 6ാം അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പറയുന്നത്. ഇന്ന് രാവിലെ 11 മണിയോടെ കേസ് പരിഗണിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഈ 6ാം തീയതിയും 8ാം തീയതിയും ഒക്കെ ഈ കേസ് പരിഗണിച്ചിരുന്നു. ആ സമയമെല്ലാം അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. 8ാം തീയതിയാണ് ഇത് 12ാം തീയതി വിധി പറയാനായി കേസ് മാറ്റുന്നു എന്നുള്ള ഒരു അറിയിപ്പ് ലഭിച്ചിരിക്കുന്നത്. ഏതായാലും 2017 ഏപ്രിൽ 5 ഈ ഒരു നാടിനെ നടുക്കിയ ഒരു കൂട്ടക്കൊല നടന്നത്. കേതൽ ജിൻസൺ രാജയാണ് കൊലപ്പെടുത്തിയ സ്വന്തം അച്ഛനെയും അമ്മയും അതോടൊപ്പം സഹോദരിയെയും അതൊരു ബന്ധുവിനെയുമാണ്, അമ്മയുടെ ബന്ധുവിനെയുമാണ് കൊലപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ 4 പേരെ ഒരു വീടിനുള്ളിൽ വെച്ച് കൊലപ്പെടുത്തുകയും അത് ഈ ഏപ്രിൽ 5, 6 തീയതികളിലാണ് കൊലപ്പെടുത്തിയത്. ആദ്യം അച്ഛനെയും അമ്മയും കൊലപ്പെടുത്തി, പിന്നീട് സഹോദരിയും, അതിന് അവസാനമായി ബന്ധുവിനെയും, അമ്മയുടെ ഒരു ബന്ധുവായ സ്ത്രീയാണ്, വീടിനൊപ്പം നിന്ന ആളാണ്, ബന്ധുവിനെ കൊലപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു കൊലപാതകത്തിന് ഇത് പുറം ലോകം അറിയുന്നത് ഏപ്രിൽ 9 അതായത് ഈ ഏപ്രിൽ 5 മുതൽ ഏപ്രിൽ 8 പുറം ലോകം അറിയുന്നത്. ഏപ്രിൽ 8 വീടിനുള്ളിൽ വെച്ച് തന്നെ ഈ മൃതദേഹങ്ങൾ കത്തിച്ചു കളയാനുള്ള ശ്രമം കേതൽ നടത്തിയിരുന്നു. വീടിനുള്ളിൽ തീ പടർന്നതിനെ തുടർന്ന് നാട്ടുകാർ ഫയർഫോഴ്സിനെ വിളിക്കുകയും ഫയർഫോഴ്സ് അവിടേക്ക് എത്തുമ്പോൾ കേതൽ അവിടെ നിന്ന് കടന്നു കളയുകയും ആ സമയം മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞ നിലയിൽ 3 മൃതദേഹങ്ങൾ കത്തിക്കരിഞ്ഞു. അതോടൊപ്പം തന്നെ ബന്ധുവിന്റെ മൃതദേഹം കട്ടിലിൽ കിടക്കുന്ന നിലയിലുമാണ് കണ്ടെത്തിയത്. ഇതിനുശേഷം കേതലിനായുള്ള വലിയ പരിശോധന നടത്തിയിരുന്നു, വലിയ അന്വേഷണം നടത്തിയിരുന്നു. കേതൽ തന്നെയാണ് ഇതിന്റെ പിന്നിലെന്നുള്ള സംശയം പോലീസിനുണ്ടായിരുന്നു. ഈ അന്വേഷണം ചെന്നെത്തിയത് കേതൽ നാടുവിട്ടു പോകുന്ന സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ടാണ്. കേതൽ അവിടെ നിന്ന് ചെന്നൈയിലേക്ക് തിരുവനന്തപുരത്ത് നിന്ന് കടന്നു. അവിടെ ചെന്നൈയിൽ അധികം നേരം നിൽക്കാൻ സാധിച്ചിരുന്നില്ല. മാനസികമായി കേതലിന് അവിടെ ഒത്തുപോകാൻ പറ്റാതെ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് വന്നു. റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അറസ്റ്റിലായി. ഇതിനുശേഷമാണ് കേതലിന്റെ കാര്യങ്ങൾ കൂടുതൽ പോലീസ് ചോദ്യം ചെയ്തപ്പോൾ മാനസിക പ്രശ്നങ്ങളുള്ള രീതിയിൽ കേതൽ അവതരിപ്പിച്ചിരുന്നു. അതായത് ഈ ആസ്ട്രൽ പ്രൊജക്ഷൻ എന്നുള്ള ഒരു പരകായ പ്രവേശ സ്ഥിതിയുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള ഒരു അന്ധവിശ്വാസത്തിന്റെ ഭാഗമായാണ് ഈ കൊലപാതകങ്ങൾ നടത്തിയതെന്നാണ് കേതൽ പറഞ്ഞത്. എന്നാൽ കേതലിന്റെ ഈ കൊലപാതക കഥകളൊന്നും പോലീസ് പൂർണ്ണമായി വിശ്വസിച്ചിരുന്നില്ല. പോലീസ് ഇതിനെ മാതാപിതാക്കളോടുള്ള അടങ്ങാത്ത പകയുടെ കാരണമാണ് ഈ കൊലപാതകമെന്ന് കണക്കുകൂട്ടി കേസെടുത്തിരുന്നു. ഈ കേസ് വിശദമായി അന്വേഷിച്ചു വരുമ്പോൾ മാതാപിതാക്കളുമായി നിരന്തരം കേതലിന് പ്രശ്നമുണ്ടായിരുന്നു. അതായത് കേതൽ പുറം ലോകവുമായി അധികം ബന്ധമില്ലാതിരുന്ന ഒരാളാണ്. കേതൽ പഠനത്തിനായി വളരെ പിന്നിലാണ്. പഠനത്തിനായി വിദേശത്തടക്കം കുടുംബക്കാർ വിട്ടിരുന്നു. പക്ഷേ അതിനെല്ലാം പരാജയപ്പെട്ട് തിരിച്ചു വന്ന ആളാണ്. ജോലിക്കോ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിനോ കാര്യമായ പരിഗണന കേതൽ കൊടുക്കാതെ വന്നതോടെ മുന്നോട്ടുള്ള ജീവിതത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയും കുടുംബം അതിനെ തുടർന്ന് ശകാരിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അതിന്റെ ഭാഗമായി കേതലിന് അച്ഛനെയും അമ്മയും കൊലപ്പെടുത്തണമെന്നുള്ളതിൽ വാശിയുണ്ടായി എന്നാണ് പോലീസ് കേസിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ വിശദമായി പോലീസ് പറയുമ്പോൾ തന്നെ, അതായത് ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പിന്നീട് ഈ എങ്ങനെയാണോ ചെയ്തതെന്നുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു വരുമ്പോൾ ഈ കേതൽ അച്ഛനെയും അമ്മയും ഒക്കെ ഓരോ ദിവസമായി, ആദ്യത്തെ ദിവസം തന്നെ ഇവരെ താനൊരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ചെയ്തിട്ടുണ്ട്, അത് കാണിക്കാമെന്ന് വിളിച്ച് മുറിയിലേക്ക് കൊണ്ടുപോവുകയും കമ്പ്യൂട്ടറിന്റെ മുന്നിൽ കസേരയിൽ ഇരുത്തുകയും പിന്നിൽ നിന്ന് മഴു കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു ചെയ്തിരുന്നത്. ഈ മഴു ഓൺലൈനായാണ് വാങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇത് ആസൂത്രിതമായ കൊലപാതകമെന്ന് പോലീസിനെ കണ്ടെത്താൻ സാധിച്ചു. ഓൺലൈനായി മഴു വാങ്ങിയത് തെളിവാണ്. അതോടൊപ്പം തന്നെ ഈ ഇന്റർനെറ്റിൽ തന്നെ ഈ കൊലപാതകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സംശയങ്ങൾ കേതൽ തിരഞ്ഞിരുന്നു. അതിനുശേഷം ഈ കൊലപാതകം നടത്തുമ്പോൾ അതിന്റെ ഭാഗമായുള്ള പല വസ്തുക്കളും, അതായത് ഈ മുറിയിൽ രക്തം വീണാൽ അത് നീക്കാനുള്ള വസ്തുക്കൾ, അങ്ങനെയുള്ള നിരവധി വസ്തുക്കളടക്കം ഈ പോളിത്തീൻ കവറുകളടക്കം ഈ കേതൽ വാങ്ങിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പോലീസിനെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. ഇതൊരു ആസൂത്രിത കൊലപാതകമാണ്, ഇത് പകയുടെ ഭാഗമായുള്ള കൊലപാതകമാണ്. അങ്ങനെയാണ് കേതലിന്റെ കേസ് പിന്നീട് പരിഗണിക്കുന്നതിനായും കോടതിയിലേക്ക് വന്നത്. കോടതി വിദഗ്ധ പരിശോധനയ്ക്കായി കേതലിനെ അയക്കുകയായിരുന്നു. വിദഗ്ധർ കേതലിന്റെ മാനസിക പ്രശ്നങ്ങളെക്കുറിച്ച് പരിശോധിച്ചു. മാനസിക പ്രശ്നങ്ങളില്ല എന്നുള്ള റിപ്പോർട്ട് നൽകിയിരുന്നു. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് വിചാരണ ആരംഭിച്ചത്. ആ വിചാരണയാണ് നീണ്ട വർഷങ്ങൾക്ക് ശേഷം ഈ 2025 എത്തുമ്പോൾ അത് അവസാനിക്കുന്നത്. വിചാരണ പൂർത്തിയായ സാഹചര്യത്തിലാണ് ഇപ്പോൾ വിധി പറയാനായി എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വിധി മാറ്റിവെക്കുകയായിരുന്നു. എന്നാലും ഇന്ന് നിർണായകമായ വിധി ഉണ്ടാകും എന്നുള്ളൊരു കണക്കുകൂട്ടൽ തന്നെയാണ്. ഇന്ന് കുറ്റക്കാരനെന്ന് തെളിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഇതിൽ വ്യക്തമാകുന്നത്. ഏതായാലും കേതലിന് ശിക്ഷാവിധി കൂടി ഇനി വരാനുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം ഇന്ന് കേതൽ കുറ്റക്കാരനെന്ന് തെളിയുന്നതോടെ പിന്നീട് ബാക്കിയുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കും. ഏതായാലും വലിയ നാടിനെ വിറപ്പിച്ച ഒരു കൂട്ടക്കൊല തന്നെയാണ് ഈ കേതൽ ജിൻസൺ രാജ നടത്തിയത് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. കാളിദാസൻ.
തീർച്ചയായും വിഷ്ണു, എന്തായാലും അതിദാരുണമായൊരു കൊലപാതകമായിരുന്നു. വിചാരണ തന്നെ ഏറെക്കാലം നീണ്ടു. എനിക്ക് തോന്നുന്നു വിചാരണക്കിടയിലും വാദപ്രതിവാദങ്ങളെല്ലാം ശക്തമായിരുന്നു അല്ലേ? കേതലിന്റെ ഭാഗത്തു നിന്നും, അതായത് കേതലിന്റെ ഈ കൊലപാതകം നടത്തിയത് കേതൽ തന്നെയാണെന്നും ഈ കേസിൽ ഒരേ ഒരു പ്രതി ഉള്ളതാണെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. കേസ് ഫയൽ ചെയ്തതും അങ്ങനെയാണ്. പ്രോസിക്യൂഷൻ വിവിധ ഭാഗങ്ങളിൽ വാദിച്ചിരുന്നത് കേതലിന്റെ മാനസിക പ്രശ്നങ്ങളില്ല, കേതൽ കരുതിക്കൂട്ടി തന്നെയാണ് കൊലപാതകം നടത്തിയത്, കുടുംബത്തെ കൊലപ്പെടുത്തണമെന്നുള്ള വളരെ ലക്ഷ്യബോധത്തോടെ തന്നെയാണ് കേതൽ നടത്തിയത്. ആ വീട്ടിനുള്ളിൽ വെച്ച് മൃതദേഹം സംസ്കരിച്ച് പുറം ലോകം അറിയാതെ അത് അവസാനിപ്പിക്കുക എന്നുള്ള ലക്ഷ്യം കൂടി കേതലിനുണ്ടായിരുന്നു എന്ന കണ്ടെത്തി പറയുകയുണ്ടായി. ഏതായാലും വലിയ രീതിയിലുള്ള വാദപ്രതിവാദങ്ങൾ അതുമായി ബന്ധപ്പെട്ട് പുരോഗമിക്കുന്നുണ്ട്. ഇന്ന് കോടതിയിൽ വിധി വരും. ആ നിർണായക വിധിയിൽ നിന്നാണ് ഇനി മറ്റു കാര്യങ്ങൾ അറിയാൻ സാധിക്കുന്നത്. ഏതായാലും കേതൽ ജിൻസൺ രാജ നടത്തിയ ക്രൂര കൊലപാതകത്തിൽ ഒരു പരമാവധി ശിക്ഷ തന്നെ ലഭിക്കുമെന്നുള്ളൊരു കണക്കൂട്ടൽ തന്നെയാണ് പ്രോസിക്യൂഷനുള്ളത്. തീർച്ചയായും വിഷ്ണു, എന്തായാലും നന്തങ്കോട് കൂട്ടക്കൊലക്കേസിന് ഇന്ന് വിധി വരികയാണ്. ഏക പ്രതിയാണ് കേതൽ ജിൻസൺ രാജ. കുടുംബാംഗങ്ങളോടുള്ള അടങ്ങാത്ത പക പിന്നീട് കൊലപാതകത്തിലേക്ക് നയിക്കുകയായിരുന്നു. കേതലിനെ 4 പേരെ ചുട്ടരിച്ചതെന്നാണ് പ്രധാനമായും കേസുള്ളത്. എത്തരത്തിലായിരിക്കും കേതലിന് ശിക്ഷ വിധിക്കുക, എത്തരത്തിലുള്ള ശിക്ഷയായിരിക്കും എന്നുള്ളതൊക്കെയാണ് നമുക്കിനി അറിയേണ്ടത്. വിഷ്ണു കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.